അഞ്ചിൽ നാലും തൊത്തുവാരി കോൺഗ്രസ്. ഒരെണ്ണം BRS നേടിയപ്പോഴും BJP വട്ടപൂജ്യമായി നിന്നു. ഒരെണ്ണം പോലും നേടാൻ സാധിച്ചില്ല. അത്തരത്തിൽ വലിയ വിജയം കോൺഗ്രസ് നേടുമ്പോൾ വലിയ പരാജയമാണ് BJP തൊട്ടിപ്പുറത്ത് ഏറ്റുവാങ്ങുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന രേവന്ത് റെഡ്ഡി നയിക്കുന്ന തെലങ്കാന സംസ്ഥാനത്ത് നടന്ന MLC തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് തൂത്തുവാരിയത്. കൃത്യമായി പറഞ്ഞാൽ തെലങ്കാനയിൽ MLA മാരുടെ കോട്ടയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ 5 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യം 4 സീറ്റുകളിലും വിജയിച്ചിരിക്കുകയാണ്. 3 സീറ്റുകളിൽ കോൺഗ്രസും 1 സീറ്റിൽ ഘടകകക്ഷിയായ CPI-യുമാണ് വിജയിച്ചത്. BRS 1 സീറ്റിലും വിജയിച്ചു. ജാതി സർവേയുടെ പശ്ചാത്തലത്തിൽ പിന്നോക്ക, ദളിത്, ആദിവാസി പ്രാതിനിധ്യം ഉറപ്പാക്കിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത്. വിജയശാന്തി, അദാംഗി ദയാകർ, കേദവത് ശങ്കർ നായിക് എന്നിവരാണ് വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. MLA-മാരുടെ കോട്ടയിൽ MLC-മാരായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നാമനിർദ്ദേശം ചെയ്ത 5 സ്ഥാനാർത്ഥികളെ മാർച്ച് 13 കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ് ഏകകണ്ഠമായി ഇവർ തെരഞ്ഞെടുത്തത്. കോൺഗ്രസിനെ കൂടാതെ CPI-യിൽ നിന്ന് നെല്ലാക്കണ്ടി സത്യം, BRS-ൽ നിന്ന് ദാസോജു ശ്രാവൺ എന്നിവരെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തതായിട്ട് റിട്ടേണിംഗ് ഓഫീസർ ഉപേന്ദർ പ്രഖ്യാപിച്ചു. അതുമാത്രവുമല്ല, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയിൽ ഉപമുഖ്യമന്ത്രി ഭട്ടി വിക്രമാർക്ക, മന്ത്രിമാർ, കോൺഗ്രസ് MLA-മാർ എന്നിവർക്കൊപ്പം CPI-യും സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചിരുന്നു. അതേസമയം തെലങ്കാനയിലെ MLC സീറ്റിലേക്ക് നടിയും മുൻ MP-യുമായ വിജയശാന്തിക്ക് സീറ്റ് നൽകിയതിൽ കോൺഗ്രസിനകത്ത് അതൃപ്തിയുമുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ചില വിഭാഗങ്ങളെ അവഗണിച്ചതിലും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കോൺഗ്രസ് പ്രഖ്യാപിച്ച MLC സ്ഥാനാർത്ഥികളിൽ വിജയശാന്തി BC, അദ്ദംഗി ദയാകർ SC, K ശങ്കർ നായിക് ST എന്നിങ്ങനെയാണ് ഉൾപ്പെടുന്നത്. എന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് സീറ്റ് ലഭിക്കാത്തതിനെതിരെ നേതാക്കൾ പ്രതിഷേധത്തിലാണ്. ന്യൂനപക്ഷ നേതാക്കൾ ഗാന്ധി ഭവനിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ പ്രാതിനിധ്യം അവഗണിക്കപ്പെട്ടതിനെതിരെ മുതിർന്ന നേതാക്കളും അതൃപ്തി പ്രകടിപ്പിച്ചു. വിജയശാന്തി TRS പാർട്ടിയിൽ സജീവമായിരുന്നെങ്കിലും പിന്നീട് BJP-യിലേക്ക് ചേരുകയായിരുന്നു. എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു ശേഷം പാർട്ടി പരിപാടികളിൽ വിജയശാന്തി അത്ര സജീവമായിരുന്നില്ല. എന്നാൽ തന്നെ MLC സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് ഹൈക്കമാൻഡിന്റെ തീരുമാനം മാത്രമാണ് എന്നും അതിൽ താൻ ഇടപെട്ടിട്ടില്ല എന്നുമാണ് വിജയശാന്തിയുടെ ഒരു വശം. MLC സീറ്റുകൾക്കായി ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കോൺഗ്രസിന് BRS, AIMM എന്നിവരുടെ പിന്തുണ നിർണായകമാണ്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഉപദേശകരായ ചിലർ MLC പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും ഹൈക്കമാൻഡ് അവരുടെ നിർദ്ദേശങ്ങൾ തള്ളിയതായിട്ടാണ് റിപ്പോർട്ട്. എന്താണെങ്കിലും 5-ൽ 4 സീറ്റും പിടിച്ചുകൊണ്ട് തെലങ്കാനയിൽ വീണ്ടും കോൺഗ്രസ് കുതിപ്പ് തുടരുകയാണ്.